ലുക്ക്, സ്ക്വിൻറ്റ്, സ്റ്റെയർ ആൻഡ് ഗ്ലെയർ. അപ്പോൾ ഈ 3 വാക്കിൻ്റെ വ്യത്യാസമായിരിക്കും ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ലുക്ക് എന്ന് പറഞ്ഞാൽ ടു സീ സംതിങ്. നമ്മൾ ഇൻറ്റൻഷനലി എങ്ങോട്ടെങ്കിലും നോക്കുവാണ്. ഇപ്പോൾ സമൺ സേസ് ലുക്ക് അറ്റ് ദിസ്. ലുക്ക് അറ്റ് ദിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റൻഷനലി അങ്ങോട്ട് നോക്കുവാണ്. യു ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ്, അല്ലേ? ലുക്ക് അറ്റ് ദിസ്, അല്ലെങ്കിൽ ഐ ആം ലുക്കിംഗ് അറ്റ് ദിസ് ഗ്രാസ്, വാട്ട് എവർ. അതുപോലെ സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം ഒരു സംഭവത്തിൽ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നതിനാണ് സ്റ്റെയറിംഗ് എന്ന് പറയുക. ഐ എം സ്റ്റെയറിംഗ് അറ്റ് യു, അല്ലെങ്കിൽ യു ക്യാൻ ആസ്ക് വൈ ആർ യു സ്റ്റെയറിംഗ് അറ്റ് മീ, വൈ ആർ യു സ്റ്റെയറിംഗ് അറ്റ് മീ. ഗ്ലെയർ എന്ന് പറഞ്ഞാൽ യു ആർ ആംഗ്രി ആൻഡ് യു ആർ ലുക്കിംഗ് അറ്റ് സംതിങ്. Angrily looking at something, you're glaring at someone. I'm glaring at you because you didn't do your work. I'm glaring at you because you didn't do your work. ഞാൻ നിന്നെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നത് നീ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അതുപോലെ സ്ക്വിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ദൂരെയുള്ളൊരു സംഭവം, അത് ഇച്ചിരി ചെറുതാണ്, നമ്മളതിങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു നോട്ടീസ് സംതിങ്, അത് ചെറുതാണ്, അതുകൊണ്ട് നമ്മളിങ്ങനെ ടൈറ്റൻ യുവർ ഐസ് ആൻഡ് ദെൻ യു ലുക്ക്, വാട്ട് ഈസ് ദാറ്റ്, അവിടെ എന്താ ഉള്ളതെന്ന് നമ്മളിങ്ങനെ സ്ക്വിൻറ്റ് ചെയ്ത് നോക്കുവാണ്. ഷീ ഹാഡ് ടു സ്ക്വിൻറ്റ് ഇൻ ഓർഡർ ടു റീഡ് സംതിങ് വിച്ച് വാസ് സ്മോൾ പ്രിൻസ് ആയതുകൊണ്ട് ഷീ ഹാഡ് ടു സ്ക്വിൻറ്റ്, അങ്ങനെ നമ്മൾ പറയും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നതിനാണ്, ചെറുതായതുകൊണ്ട് നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ സ്ക്വിൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് ഇസ് ടു സ്ക്വിൻറ്റ് മീൻസ്. നൗ അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ വാട്സപ്പ് കോഴ്സിലൂടെ പഠിക്കാം. We provide personalized IELTS training and communicative courses. ഇംഗ്ലീഷ് ഹൗസിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും click the link below. English House. English at your fingertips.